എനിക്ക് വന്ന് 8 വയസ്സുള്ള സമയത്ത് എൻ്റെ അകത്ത് പാടാനുള്ളൊരു കഴിവുണ്ട് എന്ന് തിരിച്ചറിയുന്നത് എൻ്റെ അമ്മൂമ്മയായിരുന്നു. കാരണം ഇവിടെ നമ്മൾ വെക്കേഷനിൽ വരുന്ന സമയത്ത്, ഞാൻ പുറത്തായിരുന്നു ജനിച്ചു വളർന്നത്, വെക്കേഷനിൽ വരുന്ന സമയത്ത് അന്ന് ഇറങ്ങിയ പാട്ടായിരുന്നു നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന പടത്തിലെ 1000 കണ്ണുമായി. എൻ്റെ അമ്മൂമ്മയുടെ മനസ്സിലുള്ള ഒരു എക്സ്പ്രഷനായിരുന്നു, മിസ് ചെയ്യുന്നുണ്ട് നമ്മളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് പാടിച്ചിരുന്ന പാട്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് പാടാൻ തുടങ്ങിയ പാട്ട് എന്ന് പറയുമ്പോൾ 1000 കണ്ണുമായാണ്. അത് ഇന്ന് ജെറി മാസ്റ്റർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അതെനിക്ക് ആ ഒരു വേദിയിൽ, അദ്ദേഹം ഇരിക്കുന്നൊരു വേദിയിൽ സംസാരിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും ഈശ്വരനോട് നന്ദി പറയുന്നു. പിന്നെ ബേണി ചേട്ടൻ, എൻ്റെ അടുത്ത സ്റ്റേജ്, ഞാൻ കോളേജിലൊക്കെ കയറി ഗാനമേളകളിലൊക്കെ വായിച്ചു തുടങ്ങുമ്പം ഹിറ്റ് പാട്ടുകൾ വായിക്കുന്ന കൂട്ടത്തിലെല്ലാം ബേണി ചേട്ടൻ്റെ പാട്ടുകളാണ്. കറുത്ത പെണ്ണെ, കിളി, നമ്മുടെ ചന്ദ്രലേഖ, അതിലൊക്കെ പാട്ടുകളൊക്കെ എനിക്ക് കാണാപാഠമാണ്. അതിൽ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരെയും നമ്മുടെ യാത്രയിൽ, കാരണം നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ ആക്ച്വലി പഠിക്കാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇപ്പം രാഹുലോ ജെയ്ക്സിലോ പോലെയൊന്നും എവിടെയും എനിക്ക് പുറത്ത് പോയിട്ട് പഠിക്കാനുള്ളൊരു ലക്ക് കിട്ടിയിട്ടില്ല. രാഹുലൊക്കെ ഈ ഇരിക്കുന്നത് പോലെയല്ല ആള്. പുള്ളി കണ്ടക്ട് ചെയ്ത് സായിപ്പന്മാർ പുള്ളിയുടെ വിരൽത്തുമ്പത്ത് വായിച്ചിരിക്കുന്ന ഒരു കണ്ടക്ടറാണ്. അത്രയും വലിയ ബർക്ക്ലി പോയിട്ട് കിട്ടിയ എക്സ്പീരിയൻസ് കിട്ടിയ രാഹുലും. പിന്നെ ജെയ്ക്സും ഇവിടെ മെൻഷൻ ചെയ്തില്ല. ജെയ്ക്സ് വിദേശത്ത് പോയി, US-ലായിരുന്നു. എത്ര വർഷം ജെയ്ക്സ്? 2 വർഷം, 5 ഇയേഴ്സ് പോയി മ്യൂസിക്കില് ശരിക്കും ഒരു റിസർച്ച് നടത്തി വന്നിരിക്കുന്ന, രണ്ടും പുറത്ത് തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വന്ന ആൾക്കാരാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പം ഇവരെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ മാത്രം അബദ്ധങ്ങളിൽ കൂടെ വീണ് എഴുന്നേറ്റ് പഠിച്ച ഒരു മ്യൂസീഷ്യൻ, ഒരു ടെക്നീഷ്യനാണ്. അപ്പം എനിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാനുള്ളതും എൻ്റെ എക്സ്പീരിയൻസിൽ, ഞാൻ എന്താണെന്നറിയില്ല, ഞാൻ ആ വന്ന വഴി ഉണ്ടായ ആൾക്കാരുടെ ചിന്താഗതിയാണോന്ന് അറിയില്ല, അന്നൊന്നും ആരും ആരെയും ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. എല്ലാം ഒരു ഇൻസെക്യൂരിറ്റി കൂടുതലായിരുന്നു കഴിഞ്ഞ ജനറേഷനിൽ ഞാൻ കണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സംഭവം അറിവ് കിട്ടിയാൽ, അയാൾ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ നിലനിൽപ്പിന് പ്രശ്നമാവോ എന്ന് ചിന്തിച്ചുകൊണ്ട് എത്രയോ പേര് നമ്മളെ ആ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ ഉള്ളൊരു എക്സ്പീരിയൻസസ് പലതും എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടോ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണെങ്കിൽ തന്നെ നല്ല സൗണ്ടിങ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ വേഗം മിനിമൈസ് ചെയ്ത് വെക്കും. അത് കാണണ്ട, കണ്ടു കഴിഞ്ഞാൽ ഇവരെങ്ങാനും പഠിച്ചു കഴിഞ്ഞാൽ പണിയാവോ എന്ന്. പിന്നെ മ്യൂസിക് ഡയറക്ഷനിലാണെങ്കിൽ തന്നെ ഞാൻ വർക്ക് ചെയ്ത് എത്രയോ നല്ല നല്ല എന്താ പറയുക ദൈവദൃശ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും ചില ആൾക്കാർ ഈ പണി നിനക്ക് പറഞ്ഞതല്ല. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞതും, ഞാനിതൊരു ഡാർക്ക് ട്രിപ്പിലേക്ക് കൊണ്ടുപോകല്ല, പക്ഷെ അതിൽ നിന്നും അത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഒരിക്കലും മ്യൂസിക് ഡയറക്ഷനിൽ സക്സസ്ഫുൾ ആവില്ല, ഫസ്റ്റ് 2 months തന്നെ തിരിച്ച് പ്രോഗ്രാമിങ്ങിൽ ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഞാൻ വർക്ക് ചെയ്ത ആൾക്കാർ. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് അന്ന് എനിക്ക് കിട്ടിയ ഒരു ഇതാണ്, ഞാൻ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഇതൊന്നും നോക്കാണ്ട് എനിക്ക് അറിയുന്ന എല്ലാം ഞാൻ മനസ്സ് തുറന്നങ്ങ് പറഞ്ഞു കൊടുക്കും എന്നുള്ളൊരു സംഭവം അന്ന് എടുത്ത തീരുമാനമാണ്. അത് തന്നെയാണ് എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തിരിക്കുന്ന എത്രയോ ആൾക്കാർക്ക് കിട്ടിയതും ഇനി ഇപ്പം നിൽക്കുന്നതും ഇനി നിൽക്കാൻ പോകുന്ന എല്ലാവർക്കും കിട്ടാൻ പോകുന്നതും. കാരണം ഇത് നമ്മളെവിടുന്നും ഉണ്ടാക്കിയെടുത്തൊന്നുമല്ല, നമ്മളുടെ എക്സ്പീരിയൻസസിൽ നിന്നും നമ്മളുടെ അബദ്ധങ്ങളിൽ നിന്നും നമ്മുടെ ഫെയിലിയേഴ്സിൽ നിന്നും പഠിച്ചെടുത്ത പല കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ജനറേഷനിൽ ഒരു കൈ കൊടുക്കുന്നു. അവരെന്തിന് ഈ അബദ്ധങ്ങൾ കാണിക്കണം എന്ന് വിചാരിച്ച് ഉള്ളൊരു, അതാണ് ഞാൻ ഇതിൻ്റെ ഇൻഫാക്ട് ഇനീഷ്യൽ ഗ്രൗണ്ട് വർക്ക് നടക്കുമ്പം ഞാൻ എമ്പുരാൻ്റെ വർക്കിലായിരുന്നു. ഞാൻ റോണിയുടെ അടുത്ത് പറഞ്ഞു, റോണി തൽക്കാലം മാറി നിൽക്കുന്നതേ ഉള്ളൂ, കാര്യങ്ങൾ നടക്കട്ടെ, സമയമാകുമ്പോഴേക്കും ഞാൻ വന്ന് ചേരാം എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ഈ ദിവസത്തേക്ക് വന്നു. പിന്നെ നമുക്ക് ഇപ്പം ഈ കൂട്ടത്തിൽ എത്ര പേരാണ് സൗണ്ട് എഞ്ചിനീയറിംഗിൽ പാഷനേറ്റ് ആയിട്ടുള്ളത് എന്ന് കൈബുക്കുകയാണെങ്കിൽ നല്ലത്. ഓക്കെ, ഈ കൂട്ടത്തിൽ എത്ര പേരാണ് സിംഗേഴ്സ് ആയിട്ടുള്ളത്? സിംഗിങ്ങിൽ പിന്നെ ഈ കൂട്ടത്തിൽ എത്ര പേരാണ് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ആവാൻ താല്പര്യം? ഓക്കെ, ഇപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഫെയർ ബാലൻസ് അല്ലേ? എല്ലാത്തിലും നന്നായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ തന്നെയുണ്ട്. പിന്നെ നമ്മൾ കാര്യത്തിലേക്ക് ഞാൻ കിടക്കാം. നമ്മളിപ്പം മ്യൂസിക് പ്രൊഡക്ഷൻ ആണെങ്കിൽ തന്നെ ഇന്നത്തെ കാലം, ഇപ്പോൾ എന്നെ കുറച്ചു നേരം മുമ്പ് ബേണി ചേട്ടനാണോ അല്ല ജെറി മാസ്റ്ററാണോ പറഞ്ഞതല്ല,
ഒരു സൗണ്ട് എഞ്ചിനീയറിന് ഒരു മ്യൂസീഷ്യൻ്റെ ചെവി ഉണ്ടാവണം എന്ന് ബേണിച്ചേട്ടനല്ലേ പറഞ്ഞത്. വളരെ ശരിയാണെങ്കിൽ കൂടെ തിരിച്ചും കൂടി ഉണ്ടെങ്കിൽ കാര്യം വളർന്ന ഒരു മ്യൂസിക് പ്രൊഡ്യൂസറിന് ഒരു സൗണ്ട് എഞ്ചിനീയറിൻ്റെ ചെവി കൂടെ ഉണ്ടെങ്കിൽ അയാളുടെ ജോലി വളരെ സിമ്പിളാക്കി നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. അതായത് വൺ വേ മാത്രമല്ല, ഇതെന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് പോലെയാണ്, 2 വേ ആണ് എല്ലാത്തിലും. നമ്മളുടെ തൊട്ട് മുമ്പേയുള്ള ആളെ റോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് സിമ്പിളായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം മ്യൂസിക് പ്രോഗ്രാം ചെയ്യുന്ന ആൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ ഫ്രീക്വൻസീസ് ക്ലീൻ ആയിട്ട് ടോൺ സെലക്ഷനിൽ തന്നെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അനാവശ്യമായിട്ട് ഫ്രീക്വൻസി കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ വേറെ സർജിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സൗണ്ട് എഞ്ചിനീയറിന്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഇറ്റ് ഇസ് എ നീറ്റ് സോങ്, ഇതിനിപ്പോൾ എന്തായാലും ചെയ്യാനുള്ളത് എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിൽ നിന്നും പുള്ളി പിന്നെ ചെയ്യുമ്പോഴാണ് അത് വീണ്ടും വേറൊരു തലത്തിലേക്ക് എത്തുന്നത്. നേരെ മറിച്ച് ഇത് കിട്ടിയ സംഭവത്തിൽ ഇത് മുഴുവൻ പ്രശ്നമാണ്, ഇതിനെങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സർജിക്കൽ വർക്കാണ് നടക്കുന്നത്, എൻഹാൻസ്മെന്റ്സ് ഒന്നും നടക്കുന്നില്ല. സർജറി ചെയ്ത് ഇതിനെ രക്ഷപ്പെടുത്തുക. ഈ സർജിക്കൽ ലെവലിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ബേസിക് പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ കുറേ കെയർ, അതായത് എങ്ങനെ ഓരോ കാര്യങ്ങളെ സമീപിക്കുന്നു. അതിപ്പോൾ ഒരു റെക്കോർഡിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ മൈക്ക് ചെയ്യുന്ന സമയം തൊട്ട് ഏറ്റവും കൂടുതൽ മൈക്കിന് പാടുന്ന ആൾ തന്നെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം നമ്മൾ ഇങ്ങനെ വരുമ്പോഴുള്ള ബേസും ഇങ്ങനെ വരുമ്പോഴുള്ള ബേസ് പോകുന്നതും, അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ EQ ഒന്നും ചെയ്യേണ്ട, നമ്മൾ കറക്റ്റ് സ്ഥലത്ത് നിർത്തി കറക്റ്റ് സംഭവം കിട്ടി ത്രൂ ഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അയാൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ടെക്നിക്കൽ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് ഓവറായിട്ട് നമ്മളുടെ സോഴ്സിൽ തന്നെ നമ്മളെല്ലാം ക്ലീൻ ആയിട്ട് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമ്മളുടെ കയ്യിൽ നിന്നും നമ്മൾ മനസ്സിൽ കണ്ടതൊന്ന് പക്ഷെ അവസാനം കയ്യിൽ കിട്ടുന്നത് വേറെ ഒന്ന് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് ഇതുപോലത്തെ കോഴ്സസ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാം. ഒരു പാട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം മ്യൂസിക് ഞാനിപ്പം ഇതിന്റെ സെക്കൻഡറി സ്റ്റേജ്, അതായത് ഫസ്റ്റ് ഇപ്പം ബേസിക്സ് ആണ് ഇപ്പം ഇനീഷ്യലി പഠിപ്പിക്കുന്നതെങ്കിലും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പം പ്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പം നമുക്ക് കുറച്ചും കൂടുതൽ അറിവ് കിട്ടും ഫാക്കൽറ്റീസിന് അടുത്തുള്ള. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ് എബിൻ, അല്ലേ? എബിൻ, റെഡ് ഷർട്ട് ആണെന്ന് മാത്രം പറഞ്ഞു, അതുകൊണ്ടാണ് അറിയാതെ റെഡ് ഷർട്ട് തെറ്റിപ്പോയത്. ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടറിവാണ്. ഇദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇൻഫാക്ട് സൗണ്ട് എഞ്ചിനീയർ മാത്രമല്ല, മ്യൂസിക് പ്രൊഡക്ഷൻ, സിംഗിങ്, ഇൻസ്ട്രുമെന്റ് എല്ലാം കൈകാര്യം ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ഇനീഷ്യൽ ബ്രേക്കിംഗ് ദി ഐസ് വളരെ ഈസി ആയിട്ട് തന്നെ നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മളെല്ലാം കൂടെ ഉണ്ട്, നമ്മളെല്ലാവരെയും സൂപ്പർവിഷനും ഇടയ്ക്ക് നിങ്ങളെ അറ്റൻഡ് ചെയ്യുന്നതും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് ഇതിൻ്റെ ഒരു ഗ്രോത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോടെ വന്ന് ചേരുക. നമ്മൾ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് എ വണ്ടർഫുൾ ടീം ഓഫ് കാൻഡിഡേറ്റ്സ്. താങ്ക് യു. നമുക്കറിയാം ഇവിടെ എത്തിച്ചേർന്നവർക്ക് വിശപ്പും ദാഹവും ഒക്കെ പ്രശ്നമാവില്ല.